പുള്ളിക്കാരെ കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇപ്പൊ ആലോചിക്കുന്നു. പക്ഷേ തിരക്കായിരുന്നു. ഐൻസ്റ്റീൻ വേൾഡ് റെക്കോർഡ് വിളിച്ചു പറയുന്നു. ദുബൈയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് അവരവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. നമ്മുടെ ഗ്രോവിന്റെ ചാനൽ എന്താ NBR ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കാണുക.
അപ്പോൾ നമ്മൾ ഈ എല്ലാം ഇവിടെ വരയ്ക്കുന്നതെല്ലാം പെയിൻറ്റിങ് ഗ്രൂപ്പാണ്. അത് നമുക്ക് വളരെ അഭിമാനം. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആരാധകര്, ഗോവിന്ദ് രാധാകൃഷ്ണന്റെ ആരാധകർ ഒരുപാട് ആൾക്കാരോട് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഏതായാലും വരുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടെന്ന് അറിയട്ടോ. കേരളത്തിൽ മാത്രമല്ല ഷാർജയിലും ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ആ തെളിയിച്ചു കൊടുക്കുന്നു. ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് ആരാധകരുണ്ട്. മാറി നിൽക്കാം. അപ്പോൾ ഞാൻ ഭംഗി റൂബലവിടെ അങ്കിളിനെ കാണാൻ വേണ്ടി അങ്കിളിനെ കാണാൻ വേണ്ടിട്ട് എപ്പോ വന്നു ഫോട്ടോ എടുക്കാം.
എനിക്ക് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ വണ്ടിയിൽ ഇരുന്നിട്ട് റൂബലിന്റെ മക്കളാണ് ആണല്ലേ? എന്താ മുടിമിനെ കെട്ടി വെച്ചിട്ട് നല്ല രസമുണ്ടല്ലോ. റൂബല വാ കൊടുക്ക വാ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. റൂബല വാ. റൂബല എന്തോ ഞാൻ കൊടുത്തിട്ട് പേര് റൂബല പറ എന്നാ ബാബാ ശിച്ചു പറ. താങ്ക് യു. നമ്മളെല്ലാവരും സെൽഫി എടുക്കും. നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി ബാക്കിൽ നിന്നിട്ട് ബാക്കി ചെയ്തിട്ട് സെൽഫി എടുക്കും. ഇങ്ങോട്ട് മാറിയിരിക്കുന്നോ? എല്ലാവരും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാം. എന്താണ് അവിടെ നിന്നിട്ട് എടുത്താല് നിങ്ങളും അത് അവരെടുക്കും. ഇതാണല്ലേ അതെ അതെടുക്കണം. അച്ഛൻ അച്ഛൻ്റെ എടുക്കും. ഫോണൊക്കെ ഓഫായി കാരണമാണ് ഇതിലൊന്നും ജസ്റ്റ് ഒന്ന് ബാക്ക് വരുമോ? യെസ് യെസ് വെയിറ്റ് വെയിറ്റ് എടുത്തോ. ഷിജു ബ്രോ ഒരു ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് അത് വീഡിയോ ആണല്ലോ പോയത്. വീഡിയോ ഓൾറെഡി എല്ലാ ഫോൺ എടുക്കാം. ഫോട്ടോ എടുക്കാം. വീഡിയോ വന്നാൽ ഓക്കെ. ഫോട്ടോ ഒരു മിനിറ്റ് ഫോട്ടോ പെട്ടിയാണ് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ഇത് അത് ഞങ്ങൾ കയ്യിൽ വെക്കാം. എന്നിട്ട് ഞങ്ങൾ നേരെ സ്ട്രൈറ്റ് അല്ലെങ്കിൽ ബ്രോന് ബുദ്ധിമുട്ടായിരിക്കും നെക്സ്റ്റ് മീറ്റ് ചെയ്യുന്നത്. കണ്ണൂർ ആണല്ലോ. ഞാൻ സെൽഫി എടുത്തത്.
ഹായ് Hi. Advance. Happy. ആണല്ലേ നമ്മുടെ ഗ്രോവിൻ്റെ ചാനലിൽ എന്താ NBR അല്ലേ? NBR. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കാണുക. നമ്മുടെ ഫാമിലി ഗ്രൂപ്പിനോട് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഹായ്, ഞാനിപ്പോൾ എല്ലാവരും കണ്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പം അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. സ്മൈലിംഗ് അടിച്ചു. താങ്ക് യു. പഠിക്കണം. ഹാപ്പി ന്യൂ ഇയർ. സ്മൈലിംഗ് അടിച്ചു. താങ്ക് യു. ഒരു വീഡിയോ ജസ്റ്റ് this is a Christian. So, Happy New Year. Keep smiling. Thank you. Thank you. ആണല്ലേ. Okay, thanks. നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കാണാനായിട്ട്. വീണ്ടും കാണാം. ഇനി ആകത്തേ ഉള്ളൂ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പറയാറുണ്ടല്ലോ. താങ്ക് യു. ഓക്കെ, മോൻ്റെ പേരെന്താ? പിന്നെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 4th-ലാണോ? പുള്ളിക്കാരെ കൊണ്ടുവരായിരുന്നു, പക്ഷേ ഇപ്പം ആലോചിക്കുന്നു. പക്ഷേ തിരക്കായിരുന്നു, അതുകൊണ്ടാണ് ഇത് വരാറില്ല. പിന്നെ എനിക്ക് വെഡിങ് സീസണാണ്. താങ്ക് യു സോ മച്ച്. ഇതാണ് അവിടെ ആകുമ്പോൾ പിന്നെ അലമ്പ് കാണിച്ച പ്രശ്നമല്ലേ. ഇവിടെ ആകുമ്പോൾ പോലീസ് ഭയങ്കര ഹാപ്പി, ഭയങ്കര ഹാപ്പി. ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കട്ടെ. അനുവാദം ചോദിച്ചു. ആണല്ലേ, അടിപൊളി. അപ്പോൾ നാളെ പൊളിക്കാം. ഞാൻ മുണ്ട കൊടുക്കുന്നു. ബ്ലാക്ക് ഷർട്ട്. അതെങ്ങനെ ഇതിലില്ലല്ലേ? നമ്മളിനി അങ്ങോട്ട് പോകണം. ഇനി വണ്ടി അവർ വരും. അല്ല, നാളെ പോകല്ലേ? നാളെ പകല് അല്ല, 2 പോകും. 1 കഴിഞ്ഞ 2 അല്ല, സൺഡേയിൽ എന്താണ് പ്രോഗ്രാം? സൺഡേ
എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സൺഡേ എന്ന് വെച്ചാൽ 1-ാം തീയതി അല്ലേ ന്യൂ ഇയറിന്? ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. അപ്പോൾ ദുബായിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ദുബായിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം? ദുബായിൽ വെച്ചിട്ടാണ്. എനിക്ക് എവിടെയെന്ന് അറിയത്തില്ല. എവിടെയെല്ലാം അറിയത്തില്ലാതെ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒഫീഷ്യൽ ഒരു സാധനം കാണിക്കട്ടെ. പറഞ്ഞോ? അല്ല, നമുക്ക് ഒരു കാര്യം പറയണ്ട, കാണിച്ചു തരാം. വലിയ സംഭവമൊന്നും അല്ല, എന്നാലും ഒന്ന് നോക്കട്ടെ. ഒരു എവിടെയാണെന്നത് ഒരു മിനിറ്റ്. ഓക്കെ. ഐൻസ്റ്റീൻ വേൾഡ് റെക്കോർഡ് വിളിച്ചു പറയുന്നത്. ഓക്കെ. ദുബായിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് അവരവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. ഓക്കെ. എത്ര മണിക്കാണ്? അല്ല, അത് അയച്ചത് ഡേറ്റ്. എന്നാ ഡേറ്റ് എന്നാ സാറേ? അല്ല, ഇത് ജനുവരി 1-ാം തീയതി. ഒന്നിന് ദുബായിൽ വെച്ചിട്ടാണ്. എവിടെയെന്ന് എനിക്ക് വെന്യൂ അറിയത്തില്ല. അത് അവർ നമുക്ക് നോക്കാം. എവിടെയാണെന്ന് അറിയാം. ഞാൻ എന്തായാലും പറയാം. ഞാൻ എവിടെയാലും പറയാം. ഒന്ന് എടുക്കടാ. പോണോ നമ്മൾ? അതോ നമ്മൾ നേരെ പിള്ളേരെ നാളെ വൈകുന്നേരം നമുക്ക് അടിച്ചു പൊളിക്കാം. നാളെ നമുക്ക് ശിങ്കാരി മേളത്തിന്. നാളെ വരില്ല എല്ലാവരും? അവള് വരില്ല എന്ന് പറഞ്ഞു. അവള് വിസിറ്റാണ്, ടീച്ചറാണ്. അവൾക്ക് ജോലി അന്വേഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഒരു ജോലി എവിടെയെങ്കിലും ഒന്ന് ശരിയായി കൊടുക്കണം എന്ന് അവള് പറഞ്ഞിട്ടുള്ളത്. യൂട്യൂബേഴ്സിന്റെ എല്ലാവരും ഉണ്ട്, ഇനി കാണട്ടെ എല്ലാവരും. ഓക്കെ, ഇനി വേട്ടോ. അപ്പോൾ ഇനി റെസ്റ്റ് എടുക്കും. നമ്പർ വാങ്ങിച്ചു. മാനേജർ വിളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. നമ്പർ വാങ്ങിച്ചിട്ടുണ്ടോ? അതുണ്ട്. സെപ്പറേറ്റ് എൻ്റെ ഓൺ പ്രൊഡക്ഷൻ. എൻ്റെ പേരാണ്. ഉണ്ടല്ലോ, നെക്സ്റ്റ് ഉണ്ടല്ലോ, സമയം ഒരുപാട്. ഞാൻ വരാം, 1-ാം തീയതി ഒന്ന് നോക്കട്ടെ. ഓക്കെ. അവരെയും ഒരുപാട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഡോക്ടർ അതി ഷേക്കിൻ്റെ കൊടുക്കും. ഐഷു, നാളെ കാണാം. താങ്ക് യു. നാളെ കാണാൻ പറ്റും കേട്ടോ. താങ്ക് യു. നാളെ കാണാം. ഇല്ല, അവർ അങ്ങോട്ടൊക്കെ പോകും. എൻ്റെ മാത്രം. ഓക്കെ. വിലയിലേക്കുണ്ടോ? നടന്നോ? ഓക്കെ. ഇല്ല, ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു വരാം. ഞാൻ അറിയാലോ, എന്നെ അറിയാം. അത് നേരത്തെ എന്നോട് പറഞ്ഞത്. അത് മൊത്തം ഞാൻ പറഞ്ഞു. ഓക്കെ. എത്ര ബാക്കിലാണോ ഇല്ലാണ്ട് എവിടെ ആണോ എല്ലാവരും എത്തി. നമ്മളെല്ലാവരും ഇതില്
Sonerita. Bismillah, this sonerita. Yes, easy.
സീസൺ 4 കാണുന്ന എല്ലാവരുടെ ഉള്ളിലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് എന്നും ഉണ്ടാവും. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് വേറെ ലെവലാണ് അല്ലേ? കൈയടി കൂടുന്നതനുസരിച്ച് ഇവിടെ രണ്ട് വാക്ക് എനിക്ക് ഡോക്ടർ റോബിനെ കുറിച്ച് പറയാനുണ്ട്. ആക്ച്വലി നമുക്ക് യുവർ മോട്ടിവേഷണൽ സ്പീക്കർ നമ്മുടെ യാക്കൂബ്സ് അതിന്റെ ഫാമിലി കൂട്ടത്തില്ലേ, കാരണം പുള്ളിക്കാരൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു എത്ര നാളെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നല്ലേ? ഉറങ്ങിയിട്ട് എത്ര നാളെ 2 മാസമായിട്ട് ഉറങ്ങുന്നില്ല. അപ്പോൾ അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ ബിഗ് ബോസിന്റെ അകത്തിരുന്നിട്ടും പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും. പക്ഷേ റോബിൻ ഞങ്ങൾക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. റോബിൻ അകത്ത് ഉറങ്ങാണ്ടിരുന്ന് പുറത്ത് ഉറങ്ങാണ്ടിരുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ? കാര്യമായിട്ടും ഇതിപ്പോ കണ്ടപ്പോ തന്നെ ഞാൻ ശരിക്കും ഞാൻ ആക്ച്വലി ബിഗ് ബോസിന്റെ അകത്ത് ആ ഒരു ഷോവിനകത്ത് പോകുമ്പോൾ കുറച്ച് പേരുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. ഹലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ അപ്പം ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടാവും എനിക്കറിയത്തില്ല. അത് കുറച്ച് പേര് സപ്പോർട്ട് ഉണ്ടാവും അറിയാം. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. അത് പറഞ്ഞാൽ മതി. അല്ല ബാക്കിലുള്ളവർ പതുക്കെ പറയണോ എനർജിയോട് കൂടി പറയണോ? ഫുൾ എനർജി അല്ലേ? ഫുൾ എനർജിയോട് പറയണമെന്ന് പറഞ്ഞൊന്ന് കൈയ്യടിച്ചേ. ഓക്കെ, എനിക്ക് 2 ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യണം. പതുക്കെയും പറയും, എനർജിയും രണ്ടുപേരും വേണം. ഓക്കെ, ആദ്യം പയ്യെ പറയും. ദിസ് ഈസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ദിസ് ഈസ് മീ ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ഡു. മലയാളത്തിൽ പറയണം, മലയാളം. ഇനി എനർജി പറയണം. This is Dr. Robin Radhakrishnan. This is me. And this is what I do. മലയാളത്തിൽ പറയണം, മലയാളം. Thank you. എന്റെ ദൈവമേ, ഇത്ര എനർജിയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ റോബിൻ. സീരിയസ്ലി ലൈക്ക് ഈ എനർജിയാണ് ഞങ്ങളുടെ മനസ്സിൽ. പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഗിവ് ഹിം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. Assalamu alaikum everyone. To be honest, I did not understand anything in their language. So I'm telling the people here I know, please translate for me. So they told me that you're a doctor, right? So what kind of doctor you are? I don't know. I work at emergency medicine. Emergency medicine. Nice to meet you. So your good name is how to pronounce it? Dr. Robin Radhakrishnan.
So yeah, nice to meet you, brother. I have been in the acting and influencing Rachel for around 5 years. Alhamdulillah, I have reached a couple of followers in UAE. I've done TV series, I've done movies, I've done a lot of things, and one time Yaqub told me to come to his farm, the old one. So I did an advertising for them, and it was a nice experience. And the hospitality and the greeting that they gave me in the last place, it was amazing. Like, I will give it 10 out of 10. And alhamdulillah, and nice to meet you. It was an amazing thing. I never seen someone who loved a person like you, but it's a touching thing. I don't understand anything, but it's a touching thing that to see someone is being loved by their own country, because I feel the same way. I see the people in here in UAE, when I do like an advertising or go on TV series, they see me, like take picture and love, show some love, and this is an amazing thing. Thank you everyone who comes here. And I am very, very pleased, and I appreciate this to welcome Yaqub. Yaqub is a good friend of me. So I know him now 3 years, yeah, since the last one. Yeah. So alhamdulillah, it's a good thing to have a good friend. And I know someone who did not come here, his name is Hashim. I think he's in Serbia or somewhere. Yeah, he did not come today. ഓക്കെ മലയാളത്തിൽ പറയടാ മലയാളി What does it mean? What does it mean? ഇതിന്റെ ആഘോഷമുള്ളൂന്നോ? മുണ്ട് ഊരി പോകുന്നത് ബെൽറ്റൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ച് നടക്കുമ്പോൾ ഒരു പ്രാവശ്യം ചവിട്ടി ഞാൻ കയറി വെക്കാം അതിനകത്ത് ഉരിഞ്ഞ് വീണത് ഇനി അതൊന്നുമില്ല കണ്ടത്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം റോബിൻ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മിസ്റ്റർ ഫിനിക്സ് യാക്കൂബിന്റെ കയ്യിലോട്ട് ഞാൻ മൈക്ക് പാസ് ചെയ്യാണ്. അദ്ദേഹം കുറച്ച് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമസ്കാരം. ആദ്യമായിട്ട് ഒരുപാട് നന്ദി ഡോക്ടറിൻ്റെ അടുത്ത്. കാരണം യാക്കൂബ്സിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആവാനായിട്ട് സംസാരിച്ച് വിളിച്ചപ്പോൾ തന്നെ അതിന് സമ്മതം മൂളി ആ ഒരു പ്രൊജക്റ്റിലേക്ക് എൻ്ററായി. ഞങ്ങൾ സംസാരിച്ച് തുടങ്ങി അന്ന് മുതൽ ഒരേ മൂവ്മെൻറ്റ്സും എല്ലാ ദിവസവും ഷെയർ.
അവിടുന്ന് വിളിച്ചു വരുന്നത്